ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാഷണൽ ഇൻകം എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നാഷണൽ ഇൻകം അഥവാ ദേശീയ വരുമാനം. ഒരു രാജ്യത്തെ ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തിൻ്റെ ആകെ തുകയെ ദേശീയ വരുമാനം എന്ന് പറയാം. ദേശീയ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ മണി വാല്യൂ ഓർ മോണിറ്ററി വാല്യൂ ഓഫ് ഫൈനൽ ഗൂഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഇൻ ആൻ ഇയർ. അതായത് ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ച അന്തിമ സേവനങ്ങൾ അഥവാ ഫൈനൽ ഗൂഡ്സ് ആൻഡ് സർവീസസിൻ്റെ ആകെ തുക എന്ന് പറയാം ദേശീയ വരുമാനം അഥവാ നാഷണൽ ഇൻകം എന്ന് പറയാം. ഈ നാഷണൽ ഇൻകം മെഷർ ചെയ്യാനായിട്ട് 3 മെത്തേഡുകൾ അല്ലെങ്കിൽ 3 രീതികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് വാല്യൂ ആഡഡ് മെത്തേഡ് അഥവാ പ്രൊഡക്റ്റ് മെത്തേഡ് എന്നും, മറ്റൊന്ന് ഇൻകം മെത്തേഡ് എന്നും, മൂന്നാമതായിട്ട് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്നിങ്ങനെ 3ആയിട്ട് എന്ത് ചെയ്യാം ഈ നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്ന അല്ലെങ്കിൽ നാഷണൽ ഇൻകത്തെ അളക്കുന്നതിനുള്ള രീതികളായിട്ട് നമുക്ക് തരംതിരിക്കാം. അതിലത്തെ ഓരോ രീതികളും എന്താണെന്ന് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. ഫസ്റ്റ് വൺ, പ്രോഡക്റ്റ് മെത്തേഡ് ഓർ ഉൽപ്പന്ന രീതി. ഈ രീതി അനുസരിച്ച് ദേശീയ വരുമാനം അളക്കുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഓരോ ഉൽപ്പാദക യൂണിറ്റും ഒരു നിശ്ചിത കാലയളവിൽ സാധാരണയായി ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണം കൂട്ടിയാണ്. അതായത് ഈ രീതി അനുസരിച്ച് ദേശീയ വരുമാനം കണക്കാക്കുന്നത് എങ്ങനെയാണ്? ഒരു സമ്പദ് വ്യവസ്ഥയിലുള്ള ഓരോ പ്രൊഡക്ഷൻ യൂണിറ്റും ഉണ്ടാവുമല്ലോ. ആ പ്രൊഡക്ഷൻ യൂണിറ്റ് ഓരോ നിശ്ചിത കാലയളവിലും അവർ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണത്തിൻ്റെ മൂല്യത്തെ അടിസ്ഥാനമാക്കി കണക്കാക്കുന്നതിന് എന്ത് പറയാം? ഉൽപ്പന്ന രീതി അഥവാ പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറയാം. അതായത് അവിടെ എത്ര ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണോ ഈച്ച് പ്രൊഡക്റ്റീവ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ മണി വാല്യൂ ആണ് ഇത് പ്രോഡക്റ്റ് മെത്തേഡിലൂടെ നാഷണൽ ഇൻകം കണക്കാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ വാല്യൂ കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ആ ഉൽപ്പന്നത്തിൻ്റെ വിലയും അതിൻ്റെ അളവും തമ്മിൽ ഗുണിച്ചാൽ എന്ത് കിട്ടും? ഉൽപ്പന്ന രീതിയിൽ വരുമാനം കാണാനായിട്ട് പറ്റും. അതായത് ഉൽപ്പന്നത്തിൻ്റെ മൂല്യം കാണാനായിട്ട് പ്രോഡക്റ്റിൻ്റെ വാല്യൂ കാണാൻ എന്ത് ചെയ്താൽ മാർക്കറ്റ് പ്രൈസും അതുപോലെ പ്രോഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റിയും തമ്മിൽ ഇൻഡ്യൂസ് ചെയ്താൽ എന്ത് കിട്ടും? അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഉൽപ്പന്ന രീതിയിലൂടെ ദേശീയ വരുമാനം കണക്കാക്കാം. ഇനി രണ്ടാമത്തെ രീതിയാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് അഥവാ ചെലവ് രീതി. ഒരു സമ്പദ് വ്യവസ്ഥയിലെ ആഭ്യന്തര ഉൽപ്പന്നത്തിന് മേലുള്ള അന്തിമ ചെലവിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ആഭ്യന്തര ഉൽപ്പന്നത്തിന്മേൽ പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ അതിർത്തിക്കകത്ത് അല്ലെങ്കിൽ രാജ്യത്തിനകത്ത് തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, ആ സാധനത്തിന് വന്നിട്ടുള്ള ചെലവ്, ആ ചെലവിനെ അടിസ്ഥാനമാക്കി കണക്കാക്കണതിന് എന്ത് പറയാം? ചെലവ് രീതി എന്ന് പറയാം. അതായത് ഒരു സമ്പദ് വ്യവസ്ഥയുടെ അകത്തന്നെ വെച്ചിട്ടുണ്ടാക്കുന്ന ഉൽപ്പാദനം, ആ ഉൽപ്പാദനത്തിന് വന്ന ചെലവാണിത് ചെലവ് രീതിയിൽ കണക്കാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് കണക്കാക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ GDP അനുസരിച്ചാണ്. GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റാണ്. അതായത് രാജ്യത്തിനകത്ത് നിന്നിട്ട് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രദേശത്തിനകത്ത് നിന്നിട്ട്, ഇപ്പോൾ ഇതാണ് രാജ്യമെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ബൗണ്ടറിക്കകത്ത് ഇതിനകത്ത് തന്നെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ഉണ്ടാവില്ലേ, അതിൻ്റെ മൂല്യം അല്ലെങ്കിൽ അതിന് വന്നിട്ടുള്ള ചെലവ് ഇതിനടിസ്ഥാനമാക്കി വരുമാനം കണക്കാക്കുന്നതിന് ചെലവ് രീതി എന്ന് പറയാം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇറ്റ് എസ്റ്റിമേറ്റ് നാഷണൽ ഇൻകം മെഷറിംഗ് ഫൈനൽ എക്സ്പെൻഡിച്ചർ ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ദി ഡൊമസ്റ്റിക് ടെറിട്ടറി. അതായത് ഡൊമസ്റ്റിക് ടെറിട്ടറി മീൻസ് രാജ്യത്തിൻ്റെ അതിർത്തിക്കകത്ത് ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളുടെ സേവനങ്ങളുടെയും ചിലവ് എത്രയാണോ അത് രീതി അനുസരിച്ച് കണക്കാക്കുന്നതാണ് ചെലവ് രീതി. ദെൻ മൂന്നാമത്തെ രീതിയാണ് ഇൻകം മെത്തേഡ് അഥവാ വരുമാന രീതി. എന്താണ് ഇൻകം മെത്തേഡ് അഥവാ വരുമാന രീതി? വരുമാന രീതി അനുസരിച്ച് ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രദേശത്തുള്ള ഉൽപ്പാദന ഘടകങ്ങളായ പ്രയത്നം, ഭൂമി, മൂലധനം, സംഘാടനം എന്നിവയുടെ പ്രതിഫലമായി അവയുടെ ഉടമസ്ഥർക്ക് ലഭിക്കുന്ന വേതനം, പാട്ടം, പലിശ, മൊത്തം ലാഭം എന്നിവയുടെ വരുമാനങ്ങൾ കൂട്ടി GDP കണക്കാക്കുന്നതിന് എന്ത് പറയാം? വരുമാന രീതി എന്ന് പറയാം. അതായത് വരുമാന രീതി അനുസരിച്ച് കണക്കാക്കുന്നത് എങ്ങനെയാണ്? ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രദേശത്ത് ഉൽപ്പാദനം നടത്തണമെങ്കിൽ എന്താവശ്യമാണ്? ഉൽപ്പാദന ഘടകങ്ങൾ ആവശ്യമാണ്. ഉൽപ്പാദന ഘടകങ്ങളാണ് ഇത് ഭൂമി, അതുപോലെ മൂലധനം, സംഘാടനം, അതുപോലെ പ്രയത്നം പറഞ്ഞു കഴിഞ്ഞാൽ ലേബറാണ്. ലേബറിനെ നമ്മൾ എന്ത് പറയുക? പ്രയത്നം എന്ന് പറയുന്നത്. ദെൻ ഭൂമി പറഞ്ഞാൽ ലാൻഡാണ്. അതുപോലെ തന്നെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മൂലധനമാണ്. അതുപോലെ ഓർഗനൈസറാണ് ഇവിടുത്തെ സംഘാടകൻ. അപ്പോൾ ലേബറിന് എന്ത് വേണം? വേതനം അഥവാ വേജ് വേണം. ലേബർക്ക് ആവശ്യമുള്ളത് വേതനം അഥവാ വേജ്. അതുപോലെ തന്നെ ഭൂമിക്ക് എന്താവശ്യമാണ്? പാട്ടം അഥവാ റെൻറ്റ് അല്ലേ. അപ്പോൾ ലാൻഡിന് എന്താവശ്യമാണ്? റെൻറ്റ്, ലാൻഡ് ഫോർ റെൻറ്റ്. അതുപോലെ മൂലധനം അഥവാ ക്യാപിറ്റൽ ഫോർ എന്താവശ്യമാണ്? ക്യാപിറ്റലിന് എന്ത് വേണം? ഇൻട്രസ്റ്റ് അഥവാ പലിശ.
അതുപോലെ ഓർഗനൈസർക്ക് എന്താ വിഷയമാണ് പ്രോഫിറ്റ് അഥവാ ലാഭം. അപ്പോൾ ഇത്രയാണ് ഇവർക്ക് നൽകുന്ന വരുമാനം. അപ്പോൾ ഇവർക്ക് നൽകുന്ന വരുമാനം എന്താണോ ഇതെല്ലാം കൂട്ടിയിട്ട് എന്ത് കണക്കാക്കാം? ദേശീയ വരുമാനം കണക്കാക്കണേ എന്ത് പറയാം? വരുമാന രീതി എന്ന് പറയാം. അതായത് ഈ ഉൽപ്പാദനത്തിൽ പങ്കെടുത്തിട്ടുള്ള ഉൽപ്പാദന ഘടകങ്ങൾക്ക് എത്രയാണോ വരുമാനമായിട്ട് അവരുടെ പ്രതിഫലമായിട്ട് നൽകുന്നത് അതിനനുസരിച്ച് വരുമാനം കണക്കാക്കണേന് എന്ത് പറയാം? വരുമാന രീതി എന്ന് പറയാം. Then അതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദിസ് മെത്തേഡ് ഈസ് ദ സം ടോട്ടൽ റിവാർഡ് സേവ്ഡ് ബൈ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ എൻ എക്കോണമി ഇൻ ദ ഫോം ഓഫ് റെൻറ്റ്, വേജസ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. അതായത് ഈ മെത്തേഡിലൂടെ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ നാഷണൽ ഇൻകത്തിലെ ഇവർക്ക് എത്രയാണോ ഇവരുടെ റിവാർഡായിട്ട് റിവാർഡ് മീൻസ് അവർക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയാണോ കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് കണക്കാക്കണതിന് എന്ത് പറയാം? ഇൻകം മെത്തേഡ് അഥവാ വരുമാന രീതി എന്ന് പറയാം. അപ്പോൾ ഇതാണ് നാഷണൽ ഇൻകം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന 3 മെത്തേഡുകൾ. ഫസ്റ്റ് മെത്തേഡ് പറഞ്ഞു പ്രോഡക്റ്റ് മെത്തേഡ്, അതായത് എത്രയാണോ അവിടെ പ്രൊഡക്ഷൻ നടത്തിയത് അതിനടിസ്ഥാനമാക്കി കണക്കാക്കാം. രണ്ടാമത് അവിടെ പ്രൊഡക്ഷൻ നടത്താനായിട്ട് വന്നിട്ടുള്ള എക്സ്പെൻഡിച്ചർ അഥവാ എക്സ്പെൻസ് ചിലവ് എത്രയാണോ അതിനനുസരിച്ച് കണക്കാക്കുന്നത്. മൂന്നാമത് പറഞ്ഞു അവിടെയുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് കൊടുക്കുന്ന റിവാർഡായ റെൻറ്റ്, വേജ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് അഥവാ വേതനം, പാട്ടം, പലിശ, മൊത്തം ലാഭം ഇതിനടിസ്ഥാനമാക്കി കണക്കാക്കണതിന് എന്ത് പറയാം? വരുമാന രീതി എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് കൺസെപ്റ്റാണ് നാഷണൽ ഇൻകത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറേ ടേംസുകളുണ്ട്, കുറേ നാഷണൽ ഇൻകം കൺസെപ്റ്റുകളുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നാഷണൽ ഇൻകം കൺസെപ്റ്റുകൾ എന്ന് നോക്കാം. ഫസ്റ്റ് കൺസെപ്റ്റാണ് GDP. ആദ്യത്തെ കൺസെപ്റ്റാണ് എൻ്റെ GDP. GDP എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രദേശത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തെ എന്ത് പറയാം? GDP എന്ന് പറയാം. അപ്പോൾ ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് ദ മണി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി ഡ്യൂറിങ് ആൻ ഇയർ. അതായത് ഒരു വർഷത്തിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രദേശം, രാജ്യത്തിൻ്റെ അതിർത്തി പ്രദേശം, ഇപ്പോൾ ഇതാണ് കൺട്രി എങ്കിൽ ഈ കൺട്രിയുടെ അകത്ത് എത്രയാണോ ഉൽപ്പാദനം നടത്തുന്നത് ആ ഉൽപ്പാദനത്തിൻ്റെ മൂല്യത്തെ പണത്തിന് അടിസ്ഥാനമാക്കി കണക്കാക്കണമെങ്കിൽ അതിനെന്ത് പറയാം? GDP എന്ന് പറയാം. അപ്പോൾ ഈ രാജ്യത്തിനകത്തുള്ള വരുമാനം മാത്രമേ ഇതിൽ ഉൾപ്പെടുള്ളൂ. GDPയിൽ ഏതേ പെടുള്ളൂ? ഈ രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് മാത്രമാണ് ഉൾപ്പെടുക. ദ നെക്സ്റ്റ് കൺസെപ്റ്റാണ് GNP എന്ന് പറഞ്ഞാൽ മൊത്തം ദേശീയ ഉൽപ്പന്നം അഥവാ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്നതിനെ പറയാം. എന്താണത്? ഇറ്റ് ഈസ് ദ ഫൈനൽ മണി വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഇൻ ആൻ ഇയർ. അതായത് ഇതെന്താ ഉൾപ്പെടുക? ഇതിൽ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിൻ്റെയും വിദേശത്തു നിന്നുള്ള വരുമാനത്തിൻ്റെയും ആകെ തുകയാണ്. അപ്പോൾ ഇതിൽ ഏത് ഉൾപ്പെടും? വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന